ഒരു ദിവസം പുല്ല് ചെത്താനായി കുറെ സ്ത്രീകൾ ആ കാട്ടിലെത്തി. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ചെറുമി തന്റെ അരിവാളിന് മൂർച്ച കൂട്ടാനായി അടുത്തു കണ്ട ഒരു കല്ലിൽ ഉരച്ചു. പെട്ടെന്നാണത് സംഭവിച്ചത്. കല്ലിൽ അരിവാൾ തട്ടിയതും അതിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ഭയന്നുപോയ ആ സ്ത്രീ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി. കൂടെയുണ്ടായിരുന്നവർ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. ആ സമയത്താണ് ഏടാട്ട് നമ്പൂതിരി എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ അതുവഴി വന്നത്. രക്തമൊഴുകുന്ന ശിലയും അവിടെ പരക്കുന്ന ദിവ്യപ്രകാശവും കണ്ട അദ്ദേഹം അവിടെ സാക്ഷാൽ ലക്ഷ്മി നാരായണ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. ഉടൻ തന്നെ അദ്ദേഹം കുറച്ച് പൂക്കൾ പറിച്ച് മന്ത്രം ജപിച്ച് ആ ശിലയെ സമർപ്പിച്ചു. അതോടെ രക്തപ്രവാഹം നിലച്ചു. ദേവിക്ക് നിവേദ്യം സമർപ്പിക്കാൻ പാത്രങ്ങളൊന്നും കൈവശമില്ലാതിരുന്നതിനാൽ അവിടെ കണ്ട ഒരു ചിരട്ടയെടുത്ത് അതിൽ മലർ നിവേദിച്ചു. ഇതിന്റെ ഓർമ്മയ്ക്കായി ഇന്നും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ കണ്ണൻ ചിരട്ടയിലെ നിവേദ്യം പ്രധാനമാണ്. ദേവി സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഏടാട്ട് നമ്പൂതിരി നാട്ടുകാരെ വിവരമറിയിക്കുകയും ആ വനപ്രദേശം വെട്ടിത്തെളിച്ച് അവിടെ ആരാധന തുടങ്ങുകയും ചെയ്തു. ദേവസാന്നിധ്യം ഉറപ്പിക്കാൻ ഏടാട്ട് നമ്പൂതിരിയും മറ്റുള്ളവരും ചേർന്ന് ഒരു ദേവപ്രശ്നം നടത്തി. ആദിപരാശക്തിയാണ് അവിടെ കുടികൊള്ളുന്നതെന്ന് തെളിഞ്ഞു.